ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ടോപ്പിക് നിങ്ങളെ ധനികരാക്കാൻ സഹായിക്കുന്ന 5 ശീലങ്ങളെക്കുറിച്ചാണ്. ഈ 5 ശീലങ്ങളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പന്നത കൂട്ടാൻ സാധിക്കും. ഈ 5 ടെക്നിക്കുകൾ പറയുന്നത് ശാരീരികവും മാനസികവും സാമൂഹികവും സാമ്പത്തികവുമായുള്ള സമ്പന്നതയെ ഉയർത്താൻ വേണ്ടിയുള്ളതാണ്. ഇതുവഴി നിങ്ങളുടെ ജീവിത നിലവാരവും ജീവിതശൈലിയും ഉയരുന്നു. ആദ്യം തന്നെ പണം എന്താണെന്ന് കുറിച്ച് സംസാരിക്കാം. ഏകദേശം 3000 വർഷങ്ങൾക്ക് മുന്നെയാണ് പണത്തിൻ്റെ ആരംഭം. അതിനു മുന്നേ പണത്തിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് സാധനങ്ങൾ തമ്മിൽ കൈമാറാനുള്ള ഒരു മാധ്യമമായാണ് പണം ആദ്യം ഉപയോഗിച്ച് തുടങ്ങുന്നത്. ഇപ്പോഴും ഉപയോഗിക്കുന്ന അതേ രീതിയിൽ തന്നെ വസ്തുക്കൾ കൊടുത്തുകൊണ്ട് മറ്റ് വസ്തുക്കൾ വാങ്ങുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ തീർക്കാനായി ഒരു തരത്തിലുള്ള നോട്ടുകൾ കോയിനുകളുമാണ് കറൻസികളായി ഉപയോഗിച്ചിരുന്നത്. കറൻസികളുടെ ആരംഭം ഇതിൽ നിന്നാണ്. നമുക്ക് മെയിൻ ടോപ്പിക്കായ 5 ഹാബിറ്റുകളെ കുറിച്ച് പറയാം. 5 ഹാബിറ്റുകളിൽ ആദ്യത്തേതും പ്രധാനപ്പെട്ടതുമായ ഒരു ഹാബിറ്റാണ് നിങ്ങൾ കൃത്യമായ ഒരു ഫിനാൻഷ്യൽ ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗോൾ ഉണ്ടാവണം, ഒരു ലക്ഷ്യമാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫിനാൻഷ്യൽ ഗോൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായി എന്താവണം. നിങ്ങൾ ഒരു പുതിയ വീട് മേടിക്കാൻ, ലക്ഷറി കാറ് മേടിക്കാൻ, അങ്ങനെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മേടിക്കാൻ പണത്തിൻ്റെ ആവശ്യം വളരെയേറെയാണ്. നമുക്കിഷ്ടപ്പെട്ട ജീവിതം, നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്കുള്ള യാത്ര ചെയ്യൽ തുടങ്ങിയവ പണമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. ചിലർക്ക് ചോദിക്കുന്നതെന്ന് വെച്ചാൽ പണം ഉള്ളത് കൊണ്ട് എന്താവും? പണമുള്ളത് കൊണ്ട് ജീവിത നിലവാരത്തിൽ വേറെ മാറ്റമുണ്ടാകും. നമ്മുടെ ഒരുവിധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും തീരും. മറ്റുള്ളവരെ സഹായിക്കാനോ അവർക്ക് നല്ലത് വരുത്താനും മറ്റുള്ളവർക്ക് സന്തോഷം നൽകാനും നമുക്ക് കയ്യിൽ പണം ഉണ്ടാക്കാൻ സാധിക്കും. പണം നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ മാത്രം പോരാ, എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചാണ് പണത്തിൻ്റെ ഇത്. പെട്ടിയിൽ വയ്ക്കുന്ന പണത്തിന് കടലാസിൻ്റെ വേലി മാത്രമേ ഉള്ളൂ എന്നാണ് പ്രമുഖർ ആയ ആളുകൾ, അതായത് പ്രശസ്തരായ ആളുകൾ എല്ലാം പറയുന്നത്. പണം എന്ന് പറയുന്നത് ഉപയോഗിക്കേണ്ടതാണ്. അത് വ്യാപാരം ചെയ്യുന്ന സമയത്തിലാണ്. ട്രേഡിംഗ് തന്നെയാണ് പണത്തിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം. ഇപ്പോൾ പണം കറൻസി ആയല്ല, ഡിജിറ്റലായാണ് പലരും ഉപയോഗിക്കുന്നത്. അതുവഴി പണത്തിൻ്റെ വാല്യൂ കൂടുകയാണ് ചെയ്തത്. ജീവിതത്തിൽ കൃത്യമായ ഫിനാൻഷ്യൽ ഗോൾ സെറ്റ് ചെയ്യുന്നതിലൂടെ കൂടുതൽ പണം സമ്പാദിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയും നമ്മുടെ വരവും ചെലവും കണക്ക് കൂട്ടുകയും അതിനനുസരിച്ച് കൂടുതൽ വരുമാനം ഉണ്ടാക്കാനുള്ളതും കൂടുതൽ മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉണ്ടാക്കാൻ സാധിക്കുന്നു. നമ്മൾ രണ്ടാമത് ചെയ്യേണ്ട ഒരു ടെക്നിക്കാണ് പണം സേവ് ചെയ്ത് വെക്കൽ. പലരും കണ്ടിട്ടുണ്ട് കൂടുതൽ പണം അല്ലെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ കിട്ടുന്ന പണം ഇങ്ങനെ വെറുതെ ചിലവാക്കി കളയുന്നത്. പണം സേവ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ കയ്യിലുണ്ടാവൂ. എത്ര വലിയ തുക സാലറിയായി കിട്ടിയാലും നിങ്ങൾ ഒരു ഭാഗം അതിൽ നിന്ന് സേവ് ചെയ്തില്ലെങ്കിൽ മാസാവസാനമാകുമ്പോൾ കയ്യിലൊന്നും ഉണ്ടാവില്ല. പലരുടെയും പ്രശ്നം എന്ന് പറയുന്നത് ശമ്പളമോ ജോലിയോ ഇല്ലാത്തതല്ല, അവർ വന്ന പണം എവിടേക്ക് പോകുന്നു എന്ന് തിരിയില്ല. ഹൗസ് ലോൺസ്, EMI, കാർ ലോൺസ് തുടങ്ങിയ കാര്യങ്ങളിൽ എല്ലാവരുടെയും പണം ഇതാകുന്നു. വരവനുസരിച്ച് ചിലവാക്കാത്തതാണ് ഇതിന് ഏറ്റവും വലിയ കുഴപ്പം. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം എക്സ്പെൻസുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് ആദ്യം കണ്ടെത്തുക. അതിൽ അൺനെസസറിയായി ഒഴിവാക്കുന്നത് തന്നെ നിങ്ങൾക്ക് നല്ലൊരു സമ്പാദ്യശീലം വളർത്താൻ സഹായിക്കുന്നു. പിന്നീട് ചെയ്യേണ്ട മറ്റൊരു ടെക്നിക്കാണ് നിങ്ങളുടെ പണം കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്യുക. അത് കൃത്യമായ പലതരം മാർഗ്ഗങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്. പല ഇൻഷുറൻസും പല തരത്തിലുള്ള കമ്പനികളും നിങ്ങൾക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം നൽകുന്നു. പലതരം മാർക്കറ്റിംഗ്, പലതരത്തിലുള്ള പണങ്ങൾ ഉപയോഗിക്കുക തുടങ്ങിയ മെത്തേഡിലൂടെ പണം നിങ്ങൾക്ക് സൂക്ഷിക്കാൻ സാധിക്കും. കൃത്യമായൊരു സേവിങ്സ് വയ്ക്കുന്നത് ജീവിതത്തിൽ എപ്പോഴും ആവശ്യമായ ഒരു കാര്യമാണ്. പണത്തിൻ്റെ വാല്യൂ പണം ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ കൃത്യമായ രീതിയിൽ സേവ് ചെയ്ത് വെക്കാൻ ഇതുപോലത്തെ മെത്തേഡുകൾ ഉപയോഗിക്കുന്നത് നിങ്ങളെ സമ്പന്നരാക്കും. പണം കൊണ്ട് മാത്രം നിങ്ങൾക്ക് സമ്പന്നരാവാൻ സാധിക്കില്ല. നിങ്ങൾക്ക് കൃത്യമായ ആരോഗ്യം വേണം. കൃത്യമായ ആരോഗ്യത്തിന് നിങ്ങൾക്ക് ജിമ്മ്, യോഗ തുടങ്ങിയവ പഠിക്കണം. ഇവയെല്ലാം പഠിക്കണമെങ്കിലും പണം വേണം. അതിനായി എല്ലാ കാര്യങ്ങൾക്കും ഇന്ന് നമുക്കുള്ള 90% പ്രശ്നങ്ങളും പണം ഉപയോഗിച്ച് പരിഹരിക്കാൻ സാധിക്കും. പണത്തിനെ കൊണ്ട് ഹാപ്പിനെസ് മേടിക്കാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ പണം മറ്റുള്ളവർക്ക് നൽകുന്നതിലൂടെ നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടും. ഓക്കെ, ഇത്രയുമാണ് പറയാനുള്ളത്. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.